ഗൈസ്, വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒളരിയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഹസ്ബൻഡിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി ജിജി ചേച്ചിയാണ് ഇന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയി നോക്കാം. ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്, നമുക്ക് അകത്ത് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ ജിജി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. സോ ചേട്ടന്റെ പേര് പറയും. എന്റെ പേര് ബിപ്സൺ. ബിപ്സൺ. ഓക്കെ, ഭയങ്കര ബേബി ഫ്ലോറിസൺ. ഇങ്ങനെയാണ് എല്ലാവരോടും പറയാ. ബിപ്സൺ എന്നാണ് എന്റെ പേര്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ വരുന്നത് ബേബി ഫ്ലോറിസൺ എന്നാണ്. അത് അമ്മയുടെ പേരും അപ്പന്റെ പേരും കൂട്ടിയിട്ടാണ് സണ്ണ് കൊടുത്തത് എനിക്ക്. ഓക്കെ, വെറൈറ്റി പേരാണല്ലോ ചേട്ടാ. പക്ഷെ എന്റെ ഫുൾ പേര് ബിപ്സൺ സിജോ ബേബി എന്നാ. ഓക്കെ, അപ്പൊ ചേട്ടന് മൊത്തത്തിൽ എത്ര പേരുണ്ട് ചേട്ടാ? എന്നെ ശരിക്കും പറഞ്ഞാൽ ബിപ്സൺ എന്നാണ് ഒരു പേര് എല്ലാരും വിളിക്കുന്നത്. ഒഫീഷ്യൽ പേര് പറയുമ്പോ എനിക്ക് ബിപ്സൺ സിജോ ബേബി എന്നാണ് ഫുൾ നെയിം വരുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഇപ്പൊ അമ്മയുണ്ട് എന്റെ, പിന്നെ എന്റെ രണ്ട് മക്കള്, പിന്നെ വൈഫ്. ഞങ്ങള് ചെറിയൊരു ഫാമിലി. മക്കളുടെ പേരെന്താ? എത്ര പഠിക്കുന്നത്? മൂത്തത് മകളാണ്, അവള് എഞ്ചിനീയറിംഗ് 3rd ഇയർ. ജിബിറ്റ. എല്ലാവരുടെയും ഭയങ്കര വ്യത്യസ്തമായ പേരുകളാണല്ലോ. അതിലുണ്ട് ജിജി, ബിപ്സൺ, രണ്ടാമത്തത് മകനാണ്, അവൻ എഞ്ചിനീയർ 2nd ഇയർ ആണ്. അവന്റെ പേര് ജിബിൻ. അത് കുഴപ്പമില്ല. എന്ത് ചേട്ടൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഞാനൊരു റിട്ടയർഡ് ഗൾഫുകാരനാണ്. ഒരു 8 വർഷമായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. നാട്ടിലെ എന്തെങ്കിലും ബിസിനസ് തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിന്റെ വാടക മേടിച്ചിരിക്കുന്നത്. തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർ തന്നെ. ചേച്ചി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. ഓക്കെ ചേട്ടാ, വേറെ എന്തെങ്കിലും ഹോബീസ് എന്തൊക്കെയാണുള്ളത്? രണ്ടുപേരുടെയും ഹോബീസ് എന്തൊക്കെയാ? അത് രണ്ടുപേരും ഞാൻ ചെറുപ്പത്തില്, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പരിപാടികൾ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു എന്റെ ഹോബീസ്. അപ്പം മിമിക്രി ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? മിമിക്രി ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ 10-25 വർഷമായിട്ട് കുറവാണ്. എന്നാലും പഴയ നടന്മാരൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. എങ്കിൽ നമുക്ക് വേണ്ടി ഒരു 2 നടന്മാരെ എന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ? ചെയ്യാം. മമ്മൂട്ടിനെ ഞാൻ ആദ്യം പിടിക്കാം. മമ്മൂട്ടി പഴയ ആൾക്കാരാണ്. മമ്മൂട്ടി ഇപ്പോ വടക്കൻ വീരകഥയില് ചന്തുവായിട്ട് അഭിനയിച്ചിരുന്ന ഒരു കഥാപാത്രം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോൽക്കല്, സ്റ്റോപ്പ് മാറിയിരിക്കാൻ ഡ്രൈവർക്ക് 16 രൂപ നടത്തുവൻ ചന്തു. മഞ്ഞ ടിക്കറ്റ് വരാം, പച്ച ടിക്കറ്റ് കൊടുത്തവൻ ചന്തു. ഇതൊന്നും ചന്തുവിൻ്റെ തോൽവിയല്ല മക്കളെ. ചന്തു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. അത് 10ാം ക്ലാസ് പരീക്ഷ മാത്രം. വേറൊരു സൗണ്ട് കൂടെ ചെയ്തേട്ടാ. പിന്നെ നമുക്ക് ആലമൂടൻ. അപ്പൊ അത്ര ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല ഇന്നത്തെ ജനറേഷനില്. ആലമൂടന്റെ സൗണ്ട് നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ വളരെ കാലമായി ഖത്തറിലായിരുന്നു. അവിടെ ഒട്ടകത്തിന്റെ പാല് കഴിച്ച് മേരെ ജീവൻ ബഹുത്ത് ബഹുത്ത് കഷ്ടേ വഹി കുക്കി നഹി. അപ്പോ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചി നമുക്ക് ഈ പണിയിലേക്ക് കിടക്കാം. എന്ത് പണിയാ ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? കുക്കിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യും. കുക്കിംഗ് ഒക്കെ ചെയ്യും ചേട്ടൻ ഓൾറെഡി? കാരണം ഓൾറെഡി പുറത്തായത് കാരണം കുറച്ചൊക്കെ കുക്കിംഗ് അറിയായിരിക്കും. എന്തായാലും നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോകാനുള്ള കുക്കിംഗ് ഡെഫിനറ്റ്ലി അറിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ കുക്കിംഗ് ഒക്കെ അറിയാം. പിന്നെ ഡിസേർട്ടുകളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് പറയാം. കേസരി ഉണ്ടാക്കാനായിട്ട് നല്ല പണിയാണ്. അല്ല, ചേട്ടന് കുക്കിംഗ് ഒരുവിധം അറിയാലോ. അറിയാം. അപ്പൊ പിന്നെ കുറച്ച് അവർ ഇൻഗ്രീഡിയന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ട്രൈ ചെയ്യണത് എന്താ പ്രശ്നം? അതെ. അല്ല, സ്വീറ്റ്സ് പൊതുവെ ഇവിടെ ഡെസേർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ചേച്ചി തന്നെയാണോ? ചേച്ചി തന്നെ ഉണ്ടാക്കുന്നത്. ചേട്ടൻ അങ്ങനെ ഡെസേർട്സ് ഇഷ്ടമല്ല, സ്വീറ്റ്സ് ഇഷ്ടമാണോ? അല്ലേ, പ്രമേഹം വന്നപ്പോ മാത്രം തീറ്റിയെ കുറഞ്ഞു. അപ്പൊ നിർത്തിയതാ. അപ്പൊ ഇപ്പൊ കേസരി ഉണ്ടാക്കിയോണ്ട് കുഴപ്പമുണ്ടോ ചേട്ടാ? കുഴപ്പമുണ്ടോ ചേച്ചി? കഴിക്കാണ്ടിരുന്നാ മതി. അപ്പൊ പിന്നെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ലല്ലോ. അതായത് ചേട്ടൻ ഉണ്ടാക്കി നമുക്ക് തന്നാ മതിയെന്നോ? അത്ര വലിയ പ്രമേഹമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെയുള്ള. ഓക്കെ, ഇവിടെ ജോലിയിലൊക്കെ ചേട്ടൻ സഹായിക്കാറുണ്ടോ? കുക്കിംഗ് അറിയാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ജോലിയിൽ അല്ലാതെ വീട്ടിലെ വേറെ ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും? എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചേച്ചി വലിയൊരു പണിയായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല, ഒരുവിധം എല്ലാം അറിയാവുന്ന കാരണല്ലേ. അപ്പൊ ഈ ഒരു ഏരിയ കവർ ചെയ്യാത്ത കാരണം നമുക്കെങ്കിൽ അത് കൊടുക്കാം. ഞങ്ങള് 10-23 വർഷമായി 23 വർഷമായി ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട്. ഇതില് ഒരു 13 വർഷം ഞാൻ പുറത്തു തന്നെയായിരുന്നു. ഇപ്പൊ ഒരു 8 വർഷത്തോളം നാട്ടിലുണ്ടെന്ന് വിചാരിക്കും. 2 വർഷം നമ്മളിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പൊ 10 വർഷത്തോളം. അപ്പൊ ഒന്നും നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ല. ആ സഹായം ഇപ്പൊ ചെയ്തു കൊടുക്കുക. ചേട്ടൻ 8 കൊല്ലമായിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് സഹായിക്കുകയാണ്. സോ സാധാരണ നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഒട്ടും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡിന് കുക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും സാധനമൊക്കെ എവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വൈഫിനോടൊന്ന് ചോദിച്ചു റെസിപ്പി ചോദിച്ചോ എന്ന് പറയും. കഴിയുന്ന സാധനങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതാ ഞാൻ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാനത് പറയുന്നില്ല. ചേട്ടൻ ഓൾമോസ്റ്റ് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞ കാരണം എനിക്കൊരു ഐഡിയ കിട്ടി എല്ലാം അറിയായിരിക്കും എന്നുള്ളത്. അല്ല ചേച്ചി കേസരി എന്താ പറയാൻ കാരണം ചേച്ചിക്ക് ഇഷ്ടമാണോ കേസരി? എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ മധുരമുള്ളത് അങ്ങനെ അധികം കഴിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ കഴിക്കില്ല. റവ ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഉണ്ടാക്കാറില്ല. ഞാനും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പണി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ശരിക്കും ആദ്യമായിട്ട് വീട്ടിൽ നമ്മൾ കേസരി ഉണ്ടാക്കുകയാണ്. പേര് മാറി പോവും. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ ചേട്ടാ പേര് എന്തിടണം. അപ്പൊ ഒരു എന്താ പറയാ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം, ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. അപ്പൊ ചേച്ചി എന്തായാലും ഇവിടെ ഇരിക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് സ്വീറ്റ് അതായത് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരാം. കേസരി എന്ന് പറയപ്പെടുന്ന അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ കേസരി ആവായിരിക്കും. ഞാൻ ഒരുപാട് ചേട്ടന്റെ കോൺഫിഡൻസ് കളയുന്നില്ല. കേസരി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരാം. അടുത്തേക്ക് എനിക്ക് ഉറപ്പാ. കിച്ചൺ എവിടെ ചേട്ടാ? നമ്മൾ ഈ സൈഡിലാണ് ഞങ്ങളുടെ കിച്ചൺ. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. ശരി, അപ്പൊ ഞാനും ചേട്ടനും കൂടെ കേസരി ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ കടക്കള ചേച്ചിയുടെ സാമ്രാജ്യം എന്ന് പറയാ, പെണ്ണുങ്ങളുടെ എന്ന് പറയുമ്പോ നമ്മുടെ കൂടെയാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാം ഭയങ്കര അടുക്കി പറക്കിയൊക്കെ വെക്കുന്നത്. വരുമ്പോ ഹോളാണെങ്കിലും ഞാൻ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് അതിന് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കണം. അതായത് അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റോർ കീപ്പർമാരുടെ ഒരു പ്രത്യേകത. എല്ലാം കറക്റ്റ് പൊസിഷനില്. അത് എവിടെ കൈയിട്ട് നോക്കിയാലും ആ സാധനം ആ കയ്യിൽ അവിടെ വരണം. 10-20 വർഷമായില്ലേ അതുകൊണ്ടും കൂടെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എവിടേക്ക് ഇരിക്കുന്നതെന്നൊക്കെ കൃത്യം ചേട്ടൻ അറിയാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ചേച്ചി പറഞ്ഞത് റവയാണ്. റവ എവിടെ ഇരിക്കുന്നത്? ഈ സൈഡിലിരിക്കണേ. എവിടെ ഇരിക്കുന്നതെന്നൊന്നും ചോദിക്കണ്ടല്ലേ ചേട്ടന് കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. റവ. ഓക്കെ, ഇനി അടുത്ത എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് ഇനി കസ്നട്ട് എടുക്കാം. കാഷ്യൂനട്ട്. ഓക്കെ, ഇനി എന്താ അടുത്തത്? ഇനി അടുത്തത് പഞ്ചസാര വേണം നമുക്ക്. പഞ്ചസാര. പാല് വേണ്ടായോ? പാല് വേണം. പഞ്ചസാര, നെയ്യ്, കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളില്. ഒരു തപ്പലും ഇല്ല, പടപടപടപട ആ സാധനങ്ങൾ തപ്പി എടുക്കുന്നു. പറയാൻ പറ്റില്ല എന്തൊക്കെയായിട്ട് ഇത്രയും സാധനങ്ങള്. ഇത്രയും മതിയോ കേസരി ഉണ്ടാക്കാൻ? ഇത്രയും സാധനങ്ങൾ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് ഏലക്കായ ഇടാം. ഏലക്കായ നമുക്ക് സ്റ്റവ് കത്തിക്കാം. ചേട്ടൻ ശരിക്കും മറ്റേ കുക്കറി ക്ലാസ്സിലെ പോലെ തന്നെ. ഇതാണ് സ്റ്റവ്, ഇതാണ് റവ, ഇതാണ് കാഷ്യൂനട്ട്. ഇനി നമുക്കൊരു കുറച്ച് നെയ്യ് ഒഴിക്കണം. അളവൊക്കെ എത്രയൊക്കെയാ വേണ്ടുന്നുള്ളത് മൂന്നാൾ കഴിക്കലല്ലേ വേണ്ടു. ഞാൻ പരിപ്പിടയില് ചേട്ടൻ നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് ഭയങ്കര നന്നായിട്ട് 2 ആർട്ടിസ്റ്റിനെയൊക്കെ നമുക്ക് സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നു. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത്, ചേട്ടൻ ഇങ്ങനെ യൂഷ്വലി മിമിക്രി ചെയ്യും എന്ന് പറഞ്ഞല്ലോ, അതായത് പഠിച്ചിരുന്ന സമയത്തൊക്കെ. അപ്പൊ ചേട്ടൻ ഒരു മെയിൻ ഒരു സിഗ്നേച്ചർ ഒരാളുണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ഒക്കെ പറയാം ഇന്ന ആള് ഒന്ന് ചെയ്യാവോന്ന് എപ്പോഴും ചോദിക്കാം. മമ്മൂക്ക തന്നെ എല്ലാരും പറയുന്നല്ലേ? ലാലേട്ടനെ എടുക്കുമോ? ഒന്ന് ചെയ്തു തരും. പേഴ്സണൽ റിക്വസ്റ്റ്. എന്തൊക്കെ പ്രശ്നമെങ്കിലും ശ്രീയായിട്ട് എനിക്ക് കുക്കിങ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. എന്തൊക്കെയാ പറയാ അല്ലേ? അങ്ങനെ ലാലേട്ടൻ അങ്ങനെ നമുക്ക് ഓരോരുത്തരും എടുക്കാൻ പറ്റും. ഇതൊരു ബ്രൗണിഷ് കളർ വരുമ്പോഴേ നമുക്ക് പാൽ ഒഴിക്കാം. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം എന്താ ഇഷ്ടമുള്ള? പുള്ളിക്കാരി ഞാൻ മെയിൻ ഷെഫ് അല്ലേ? സഹായിച്ചു കൊടുക്കും. അപ്പൊ നമ്മളിനി അടുത്തത് റവ തട്ടാണല്ലേ? ചേട്ടാ അതിനൊരു അളവുണ്ടോ? ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണേ.
ഈ വെള്ളം ഉണ്ടല്ലോ നമ്മള് ഈ പാചകരുണ്ടല്ലോ ഉപ്പിടുന്നതൊക്കെ ഉപ്പിടുന്നെന്ന് പറഞ്ഞാല് അവർക്ക് അത് കാണുമ്പോ അറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മള്. അപ്പൊ ഈ കേസരിയുടെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ഇത് വൈറ്റ് കളർ മാറും. അങ്ങനെയാണല്ലേ. ഇതൊന്ന് ഇതായി കഴിഞ്ഞാൽ ഒന്ന് എന്താ പറയാ, പാലുമായിട്ടൊന്ന് മേർജ് ആയി കഴിഞ്ഞാൽ തീരുവോ പരിപാടി നമ്മുടെ? ഇത്ര എളുപ്പമായിരുന്നോ? കേസരി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അല്ലേ? ഒരു 2 സ്പൂൺ എടുക്കുന്നോ ചേച്ചിക്ക് കൊടുക്കാൻ? അതെ, അത് ഒരു പാത്രത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഇത്തിരി ചൂടുണ്ട് ഇതിന്. വേണ്ട, ഭയങ്കര ചൂടാണ്. ഒരു പാത്രത്തിലേ നമുക്കിത് ഡൈവേർട്ട് ചെയ്ത് വെച്ചാല് നല്ല ചൂടത്. ചേച്ചി കൊടുത്തു നോക്ക്. നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ രസമായിട്ടുണ്ട് കേട്ടോ, ലുക്ക് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം, ചേച്ചിയുടെ ഫീഡ്ബാക്ക് അറിയാം. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ചേച്ചി കേസരി റെഡി ആയിട്ടുണ്ട്. ചേച്ചി കാത്തിരുന്ന് ക്ഷീണിച്ചോ? വേഗം വന്നില്ലേ? ടപ്പെന്ന് പറഞ്ഞ ആള് ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര എക്സ്പെർട്ടാ കുക്കിങ്ങില്. സാധനങ്ങളൊക്കെ കൃത്യം ഫിഗർ ചെയ്ത് പടപടാ ചെയ്തു. അപ്പൊ എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നെയ്യ് കുറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചേച്ചി സാധാരണ മനസ്സിൽ നമുക്കൊരു കേസരി സ്വപ്നം കാണുമല്ലോ, ആ കേസരി ആയോ? സാധാരണ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ വന്നോ? ഏകദേശം. എങ്ങനെയുണ്ട്? ഓ അടിപൊളി എന്നൊക്കെ. ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാട്ടോ ഗൈസ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ചേട്ടൻ കഷ്ടപ്പെട്ട് നമുക്ക് കേസരിയൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഫുൾ ഫാമിലിക്ക് ഞാനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമ്മാനം തരാം. അതായത് നമ്മളുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ വക നല്ല അടിപൊളി ഒരു സമ്മാനം. പക്ഷേ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തരുന്നത് ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുത്തുള്ളൂ. ഇല്ല ചേട്ടാ, കുപ്പിന്ന് വന്ന ഭൂതമാണെന്ന് നിങ്ങൾ പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോ അടുത്തത്. അപ്പോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് തരണം എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഒരു ഗെയിം സെഷനാണ്. ഞാനും ചേച്ചിയും കൂടാണ് ആ ഗെയിം സെഷൻ കളിക്കുന്നത്. ചേച്ചി ഇപ്പൊ വിചാരിക്കും പണ്ടാരം വിളിക്കണ്ടായിരുന്നു, എനിക്കും കൂടെ ഉള്ള പണി കിട്ടുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്ന്. അപ്പൊ സോ അടുത്തതായിട്ട് ഇനി ഞാനും ചേച്ചിയും കൂടെ ഉള്ള ഗെയിം സെഷനാണ്. ആ ഗെയിം സെഷനിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ് തരും. അപ്പൊ എന്ന് വെച്ചാൽ ചേച്ചി ടെൻഷൻ ആവേണ്ട, അത് ജയിച്ചില്ലെങ്കിലും വേറൊരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും തരും. പക്ഷെ ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിലേക്ക് എത്താനുള്ള വഴി ഈ ഗെയിം കളിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്തതായിട്ട് ഒരു ഗെയിം സെഷനിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിന് വേണ്ടിയുള്ള ഒരു ഗെയിം സെഷനാണ്. സോ ചേച്ചി ഗെയിം ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 ഗെയിം കാർഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ചേച്ചി ഒരു ഗെയിം കാർഡ് ചൂസ് ചെയ്യും. ആ ഗെയിമാണ് നമ്മൾ കളിക്കുക. ഓക്കെ, സോ ഈ കാർഡ്സിനകത്ത് ഏത് ഗെയിമാണ് കളിക്കേണ്ടത് ചേച്ചി ചൂസ് ചെയ്യും. ഓക്കെ, ഈ ഗെയിമാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. ബോൾ ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഗെയിം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ പ്രോപ്പർട്ടീസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ നമുക്ക് ഗെയിമിലേക്ക് മൂവ് ചെയ്യാം. സോ പ്രോപ്പർട്ടീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടീസ് വന്നു കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് നമ്മൾ ഈ ടേപ്പ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്നൊരു ബോൾ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇതിനകത്ത് ഇടുമ്പോൾ അതങ്ങോട്ട് പോകുമല്ലോ, അത് ഗ്ലാസ്സിലേക്ക് വീഴുക. അങ്ങനെ 3 എണ്ണത്തിലും ഗ്ലാസ്സിലോട്ട് വീഴുക. ഒരെണ്ണം ഇട്ടാൽ മതി. ഇതിനകത്ത് ഒരെണ്ണം, ഇതിനകത്ത് ഒരെണ്ണം, ഇതിനകത്ത് ഒരെണ്ണം.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെയിം. അപ്പോൾ ഗെയിമിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് വിന്നറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചേച്ചിയുടെ കയ്യിൽ ടൈമർ തരും, ചേച്ചി ടൈം ചെക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്തൊരു ടൈം ഉണ്ടാവും, എന്നിട്ട് നെക്സ്റ്റ് ചേച്ചി കളിക്കുന്ന സമയത്ത് ആ ടൈമിനേക്കാൾ മുമ്പ് ചേച്ചി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ചേച്ചി വിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ആകെയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളത് ഇതാണ്. പിന്നെ താഴോട്ട് ഇൻ കേസ് നമ്മൾ ബോൾ ഇടുമ്പോൾ വീണാലും പിന്നെയും അതിനകത്തോട്ട് ഇടാൻ നോക്കണം, അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വീഴ്ത്തുക, 3 എണ്ണത്തിലും വീഴ്ത്തുക. ആൻഡ് ആ ടൈമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ നമ്മൾ ഗെയിമിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ടെങ്കിൽ ഞാൻ ഒന്ന് കളിച്ചു നോക്കാം. ഞാൻ കളിച്ചതിന് ശേഷം ചേച്ചി നോക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈമർ ഞാൻ തരാം ചേച്ചിക്ക്. ചേച്ചി ടൈമർ നോക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടൈമർ നോക്കി കഴിഞ്ഞിട്ട് അടുത്ത ടേൺ ചേച്ചിക്ക്, ഞാൻ കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടേൺ ചേച്ചിക്ക്. ഓക്കെ, അപ്പം ഞാൻ ഫിനിഷ് ചെയ്ത ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് ചേച്ചിയുടെ ടൈമർ മേടിച്ചിട്ട് നോക്കാം. ഓക്കെ, 1 മിനിറ്റിലാണ് ഞാൻ ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇനി അടുത്തത് ചേച്ചിയുടെ ടേൺ ആണ്. ചേച്ചി ഗെയിം കളിക്കുക. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ടൈമർ അതിന് മുമ്പ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി ജയിക്കും. ഓക്കെ, അതൊക്കെ ചെയ്താൽ മതി ചേച്ചി. യെസ്, അത് പൊക്കി പിടിക്കല്ലേ ചേച്ചി, കറക്റ്റ് ഇത് പ്ലേസ് ചെയ്യണേ താഴോട്ട്. യെസ്, ചേച്ചി ഫിനിഷ് ചെയ്തേക്കുന്നത് 51 സെക്കൻഡ്സിലാണ്. 51 സെക്കൻഡ്സിൽ ചേച്ചി ഫിനിഷ് ചെയ്തു. സോ ഞാൻ 1 മിനിറ്റിലാണ് ഫിനിഷ് ചെയ്തത്. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ചേച്ചിയാണ് ജയിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. ചേച്ചി ഗിഫ്റ്റ് കിട്ടി, ഇനി സന്തോഷിക്കേ. അപ്പോൾ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമ്മൾ ചേച്ചിക്കും ഫാമിലിക്കും വേണ്ടി കൊടുക്കുന്നത്. സോ ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഗിഫ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് വിളിച്ചാലോ, എന്നിട്ട് എല്ലാവരോടും കൂടെ ആയിട്ട് പറയാം. ഓക്കെ, ചേച്ചി ഗെയിം കളിച്ചിട്ടാണ് നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് രണ്ടുപേരുടെയും പേരൊക്കെ പറഞ്ഞു, ഞാൻ പരിചയപ്പെട്ടില്ല. ഹായ്, പേരൊന്നും കൂടെ ഒന്ന് പറയാമോ? ഞാൻ മറന്നുപോയി. ചേച്ചി നേരിട്ട് ജിബിൻ, ജിബിറ്റ. ആ ഓക്കെ ഓക്കെ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് ജിബിറ്റയാണ് അല്ലേ? രണ്ടുപേരും എഞ്ചിനീയറിംഗിനാണ്. ഏത് ഇയർ ആണ്? ആ, സെക്കൻഡ് ഇയർ. അപ്പോൾ കോളേജൊക്കെ എങ്ങനെ പോകുന്നു, ക്ലാസ്സൊക്കെ? അച്ഛൻ്റെ കേസരി ടേസ്റ്റ് ചെയ്തായിരുന്നോ? ഇഷ്ടമായോ? ഇഷ്ടമായില്ല? ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയല്ലായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചേച്ചി പറഞ്ഞ ആവറേജ് ആണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിവേയ്സ് എന്തായാലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടി. ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, അത് മാത്രമല്ല കുറച്ചധികം ഗിഫ്റ്റ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അത് ഓരോന്നും തരട്ടെ. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. കേരളത്തിൽ 12 ബ്രാൻഡുകളുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും ഫേവറേറ്റ് ബ്രാൻഡ് ഫാബ് ഫെദേഴ്സ്. ഫാബ് ഫെദേഴ്സിന്റെ നല്ലൊരു സമ്മാനം. പ്രകൃതിയിലേക്ക് മടങ്ങൂ, ചർമ്മത്തെ സംരക്ഷിക്കൂ. AM ഹെർബൽ പ്രോഡക്ട്സ്. മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ച് കൈ പൊള്ളിയോ? എങ്കിൽ ഒറോട്ടി സ്പെഷ്യൽ അരിപ്പൊടി ഉപയോഗിച്ച് മാവ് പച്ചവെള്ളത്തിൽ തയ്യാറാക്കാം. സ്വാദിഷ്ടമായ അരിപ്പത്തിരി, നൂൽപുട്ട്, ഇടിയപ്പം എന്നിവയുണ്ടാക്കാം. എക്കോ ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ഹോം കെയർ പ്രോഡക്ട്സ് ഫ്രം ബയോഗ്രിസ്. ബയോഗ്രിസിന്റെ നല്ല അടിപൊളി ഒരു സമ്മാനം.
റൗണ്ട് ദ ഗ്ലോബൽ ഡൈനറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് സ്വന്തമാക്കിയ ജിജി ചേച്ചിക്കും വിഫ്സൻ ചേട്ടനും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. ലഞ്ച് ടൈം ആണ്, അവർ ഓൺ ദ വേ ആണ്. ഗ്ലോബൽ ഡൈനറിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റായ ലഞ്ച് എൻജോയ് ചെയ്യുകയാണ് ജിജി ചേച്ചിയും ചേട്ടനും. സോ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്സ് നിങ്ങൾക്കും വേണോ? താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് മെയിൽ അയച്ചു തരിക. അതിനോടൊപ്പം തന്നെ പാർട്ട്ണർക്ക് കൊടുക്കാൻ ഒരു ചെറിയ പണിയും കണ്ടുപിടിക്കുക. ആൻഡ് എൻ്റെ കൂടെ ഒരു ഗെയിം സെഷൻ കൂടി വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് സമ്മാനം നിങ്ങൾക്കും കിട്ടും. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആൻഡ് എല്ലാവർക്കും അഡ്വാൻസ് റംസാൻ വിഷസ്. ബൈ ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി.